ഹലോ. അപ്പോൾ നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് എവിടെ പോകാമെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് പുതിയതായി നടക്കുന്ന വൃത്തി എന്ന് പറയുന്ന പ്രോഗ്രാം കാണാൻ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ എൻട്രി ഫീ ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ അത്യാവശ്യം തിരക്കൊക്കെ കൂടുന്നതിന് മുന്നേ പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു. ആദ്യം നമ്മൾ മ്യൂസിയം വഴിയാണ് കയറിയത്. അവിടെ നമ്മളെന്ന് സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുറേ പേര് കുട പിടിച്ചിരിപ്പുണ്ട്, കുറേ പേര് പഠിക്കുന്നുണ്ട്, കുറേ പേര് കളിക്കുന്നുണ്ട്, അവരവരുടെ കാര്യങ്ങൾ ചെയ്തിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നത് ഓടിത്തള്ളായിരുന്നു. അതായത് ലിറ്ററലി നമ്മൾ സ്കിൻ ബേൺ ചെയ്യുന്ന പോലൊരു സെൻസേഷൻ ആയിരുന്നു. കാരണം മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും സഹിക്കാൻ വയ്യ കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി. പിന്നെ നമ്മൾ വെള്ളയമ്പലത്താണിത്. നമ്മുടെ കനകുന്നിൻ്റെ എൻട്രൻസിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ചേച്ചിമാർ ശിങ്കാരി മേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാനും കേൾക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഹൈലൈറ്റ്, അതായത് നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. അതായത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു കംപ്ലീറ്റ് ആശയം ഇതിലുണ്ട്. അതായത് ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതായത് വേസ്റ്റ് പ്രോഡക്ട്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല രസമല്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുക്കിലും മൂലയിലും ഹരിതകർമ്മ ചെയ്യുന്ന ചേച്ചിമാരെ കാണാം. കാരണം ഇത് കംപ്ലീറ്റ്ലി അവരുടെ ബേസ്ഡാണ്. അതുപോലെ അവർ വലുതായി ഇത് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി ജോളിയായി നടന്ന് ജോലി ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്, അതൊക്കെ പാട്ടുകൾ കാണാം.